മനുഷ്യൻ ദൈവത്തിനോട് ചോദിച്ച ആ 6 ചോദ്യങ്ങൾ ഏതെല്ലാം എന്നറിയാമോ? ഈ ലോകം വെറുമൊരു മിഥ്യയാണെങ്കിൽ പോലും അത് പരിഹരിക്കപ്പെടാത്ത നിരവധി നിഗൂഢതകളാൽ നിറഞ്ഞിരിക്കുന്നു. എന്റെ മനസ്സിൽ അത്തരം 6 ചോദ്യങ്ങളുണ്ട്. എനിക്കു വേണ്ടി ഈ സംശയങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ? ശരി, ചോദിക്കൂ, ഞാൻ ഉത്തരം നൽകാം. ആദ്യത്തെ ചോദ്യം: ഒരു മോശം ശീലവുമില്ലാത്ത ഒരാൾ, മദ്യപാന മോപുകവലിയോ തുടങ്ങിയ ഒരു ദുശീലവുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് മരണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ ചോദ്യം: ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച് അതീവ ശ്രദ്ധയോടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ ചുറ്റുമുള്ള എല്ലാവരും ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ട്? മൂന്നാമത്തെ ചോദ്യങ്ങളുടെ പ്രണയബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഏറ്റവും ആഴമായി സ്നേഹിച്ചവർ തന്നെ ഒടുവിൽ ഉപേക്ഷിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? നാലാമത്തെ ചോദ്യം: ഒരിക്കലും അനാവശ്യമായി പണം ചിലവാകാത്തവർ, അവരുടെ വിഭവങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യുന്നവർ, പലപ്പോഴും സാമ്പത്തിക തകർച്ചയിലും ദാരിദ്ര്യത്തിലും ജീവിക്കുന്നവർ എന്തുകൊണ്ട്? അഞ്ചാമത്തെ ചോദ്യം: മറ്റുള്ളവരെ സഹായിക്കാൻ നിരന്തരം പരിശ്രമിക്കുന്ന നല്ല മനസ്സുള്ള ആളുകൾ എന്തിനാണ് പലപ്പോഴും വഞ്ചിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്? ആറാമത്തെ ചോദ്യം: മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കുകയും അനീതിക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അഹങ്കാരികൾ ഈ ഭൂമിയിൽ വലിയ സമ്പത്തും സന്തോഷവും ഉള്ളവരായി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹേ മനുഷ്യ, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. മനുഷ്യരെ വിശാലമായി 2 വിഭാഗങ്ങളായി തിരിക്കാം: നല്ലവരും ദുഷ്ടന്മാരും. അവരിൽ നല്ലവർ ഭൂമിയിൽ സമ്പത്തോ സ്നേഹമോ ഇല്ലാതെ ജീവിച്ചാലും ഏകാന്തതയിൽ വസിക്കുന്നവരായാലും അവസാനം എൻ്റെ ദിവ്യപാദങ്ങളിൽ അഭയം പ്രാപിക്കുകയും മോക്ഷം നേടുകയും ചെയ്യും. എന്നിരുന്നാലും ദുഷ്ടന്മാർ പണം, ഭൗതിക സ്വത്തുക്കൾ, സ്വയം എന്ന അഹങ്കാരബോധം തുടങ്ങിയ ലോകത്തിൻ്റെ മിഥ്യാധാരണകളിൽ കുടുങ്ങി എന്നിൽ അഭയം പ്രാപിക്കില്ല. തൽഫലമായി അവർ ആവർത്തിച്ചുള്ള ജനനചക്രങ്ങൾക്ക് വിധേയരാകുകയും അതേ കഷ്ടപ്പാടുകൾ വീണ്ടും അനുഭവിക്കുകയും ചെയ്യും. അപ്പോഴാണ് ആ മനുഷ്യൻ ശരിക്കും മനസ്സിലാക്കിയത്: നല്ലവർ ജീവിതകാലത്ത് കഷ്ടപ്പാടുകൾ സഹിച്ചാലും മരണശേഷം അവർ പുനർജന്മം എന്ന ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ഭഗവാന്റെ ദിവ്യപാദങ്ങളിൽ അഭയം കണ്ടെത്തുകയും ചെയ്യും. നിങ്ങൾ ഇതിൽ പറഞ്ഞ നല്ലവരെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഓം നമോ നാരായണ എന്ന് ഒരു കമന്റ് ഇടുകയും ചെയ്യുക.